ഹരിത തിരിച്ചു വരാതിരിക്കാൻ പദ്ധതി ഒരുക്കുന്ന ഭാനുമതിയും രോഹിണിയും. ബുദ്ധിയുടെ കാര്യത്തില് നമ്മൾ ഒപ്പത്തിനൊപ്പമാ. ചിറ്റേ, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വാ, എന്നാലേ കാര്യങ്ങളൊക്കെ ഒന്ന് സ്ട്രോങ് ആവുള്ളൂ. ഹരിതയുടെ ചോദ്യങ്ങൾക്കെല്ലാം ദേഷ്യപ്പെടുന്ന രാഹുൽ. ഒരുമിച്ച് കഴിക്കണമെന്നല്ലേ ആഗ്രഹം? പ്ലീസ് കഴിക്കാൻ. ഇതൊന്നും നോക്കി. ആദ്യം നിരാശപ്പെടുന്നുവെങ്കിലും ബാലൻ മേനോനും കൂട്ടർക്കും ഹരിതയുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള വീഡിയോ കിട്ടുന്നു. അയ്യോ, ഇത് അവനല്ലേ അലക്സ്? വേണു, മതി, ഇത് മതി, ഇത് മാത്രം മതി. ഈ ഒരു കാര്യം കിട്ടാൻ വേണ്ടിയാ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടത്. ഹേമയെ മുൻനിർത്തി ഹരിതയ്ക്കെതിരെ നീങ്ങുന്ന രോഹിണി. നിനക്ക് ഇപ്പൊ മനസ്സിലായോ നമ്മൾ എന്തിനാ ഇവിടെ വന്നതെന്ന്? നന്ദുവേട്ടാ, എന്താ മാളു ഇങ്ങ വന്നേ? നീ ഇങ്ങോട്ട് വാ, ഞാനിവിടെ കളിച്ചോണ്ടിരിക്കുന്ന കണ്ടില്ലേ? നന്ദുവേട്ടാ, ഇങ്ങോട്ടൊന്ന് വന്നേ. നിങ്ങൾ കളിച്ചോ. നന്ദുവേട്ടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ? ആരോടും പറയരുത്. ഇല്ല, ഞാൻ ആരോടും പറയില്ല. ഇന്നെന്റെ ഹരിതേച്ചൻ രാഹുലേട്ടന് വരുമല്ലോ. സത്യമാണോ? സത്യം. നീ എങ്ങനെ അറിഞ്ഞു? സന്യാസിനിയമ്മ സീതമ്മയോട് പറയുന്ന ഞാൻ കേട്ടു. എത്ര നാളായി ഹരിതേച്ചിയെ കണ്ടിട്ട്. പെട്ടെന്ന് ഇങ്ങ് വന്നാ മതിയായിരുന്നു. ഹരിതേച്ചി എനിക്ക് പുതിയ ഡ്രസ് വാങ്ങിക്കൊണ്ട് വരുമല്ലോ. ചുമ്മാ പോടി, കള്ളം പറയാതെ. കള്ളൊന്നുമല്ല. ഹരിതേച്ചിയോട് ഞാൻ ഇവിടുന്ന് പോയപ്പോഴേ പറഞ്ഞതാ. എനിക്കുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന ആരാന്നറിയോ? ഹരിതേച്ചി. പിന്നല്ലാതാരാ? രാഹുലേട്ടനാ എന്റെ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത്. ആണോ? ആ, രാഹുലേട്ടനും ഹരിതേച്ചിയും കുറച്ചു ദിവസം ഇവിടെ നിൽക്കുമായിരിക്കോ? അങ്ങനെയായിരുന്നെങ്കിൽ നമുക്ക് അവരുടെ കൂടെ പുറത്തൊക്കെ പോവായിരുന്നു. മറ്റു കുട്ടികളെ പോലെ സിനിമയ്ക്കും ബീച്ചിലും പാർക്കിലും ഒക്കെ കറങ്ങി നടന്നിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു, അല്ലേ മാളു? രാഹുലേട്ടൻ നമ്മളെ എല്ലായിടത്തും കൊണ്ടുപോകും. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു തരുകയും ചെയ്യും. നന്ദുചേട്ടൻ നോക്കിക്കോ. ഹരിതേച്ചി വരുമ്പോ കൊടുക്കാൻ എന്റെ ഒരു സമ്മാനം ഉണ്ടല്ലോ. എന്ത് സമ്മാനം? അതൊന്നും പറയത്തില്ല. പറ മാളു പ്ലീസ്. ഇല്ല, ഞാൻ പറയത്തില്ല. അത് കൊടുക്കുമ്പോ കണ്ടാ മതി. മാളു, നീ കളിക്കാൻ വരുന്നില്ലേ? ഇല്ല, നന്ദുവേട്ടൻ പോയി കളിച്ചോ. ഏട്ടാ, ആശ്രമത്തിലേക്ക് ഇനി അധികം ദൂരമില്ല. നമ്മൾ എത്താറായി. അതെനിക്കറിയാം. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? ആശ്രമത്തിലെത്തുന്നതിന് മുൻപ് എനിക്ക് ഒരു ആഗ്രഹം കൂടെ ബാക്കിയുണ്ട്. അത് സാധിച്ചു തരാൻ പറ്റുമോ? മാളുവിന് ഡ്രസ്സ് വാങ്ങുന്ന കാര്യമാണെങ്കിൽ കൊള്ളാവുന്ന ഏതെങ്കിലും ഷോപ്പിൽ ഞാൻ നിർത്തിത്തരാം. ഡ്രസ്സ് സെലക്ട് ചെയ്യാനൊന്നും എന്നെ വിളിച്ചേക്കരുത്, തന്നെ പോയി ചെയ്തോണം. ഇത് മാളുവിന്റെ കാര്യമല്ല, എന്റെ ഒരു വലിയ ആഗ്രഹം. ഏട്ടനെ കൊണ്ടേ അത് സാധിച്ചു തരാൻ പറ്റും. ഇതല്ലാതെ മറ്റൊന്നും ഇനി ഞാൻ ഏട്ടനോട് ആവശ്യപ്പെടില്ല. പ്ലീസ്. എന്റെ ഈ ഒരു ആഗ്രഹം ഏട്ടൻ എനിക്ക് സാധിച്ചു തരണം. നിന്റെ അത്രയും വലിയ ആഗ്രഹം എന്താണെന്ന് പറ. അത് കഴിഞ്ഞിട്ടല്ലേ വേണോ വേണ്ടോ എന്ന് ആലോചിക്കുന്നത്. അത്
ചാടിയതാന്ന് തോന്നിയാ പെട്ടു. ഈശ്വരാ പിന്നിച്ചേക്കണേ. പ്രിയല്ലേ ഇത്? പ്രിയ, ഒരർച്ചന. പേര്? പ്രിയ. നക്ഷത്രം? പുണർദം. ഇവളെന്താ എന്നെ കണ്ടിട്ട് നിൽക്കാത്തത്? പ്രിയേ, പ്രിയ എന്താ ഞാൻ ഇത്രയും പുറകെ നടന്ന് വിളിച്ചിട്ടും നിക്കാഞ്ഞത്? അയ്യോ, അത് പിന്നെ മാഡം, ഞാൻ മാഡത്തെ കണ്ടതേ ഇല്ല. അമ്പലനടയിൽ നിന്ന് കള്ളം പറയുന്നോ? ഞാൻ പ്രിയെന്നും വിളിച്ചു, തിരിഞ്ഞു നോക്കുകയും ചെയ്തു. എന്നിട്ട് എന്റെ കൺമുന്നിൽ നിന്ന് ഒളിക്കാനും ശ്രമിച്ചു. കള്ളത്തരം ചെയ്യുന്നവരാ എന്തെങ്കിലും മറയ്ക്കാൻ ശ്രമിക്കുന്നത്. സത്യം പറ. അയ്യോ, എന്റെ മനസ്സിലൊരു കള്ളത്തരം ഇല്ല മാഡം. ഇത്രയൊക്കെ സംഭവിച്ചിട്ട് മാഡത്തിന് ഇങ്ങനെ ഫേസ് ചെയ്യുന്നുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ മാറി നടന്നതാ. എന്ത് നടന്നു? അത് പിന്നെ ഹരിത. ഹരിത? ഹരിതയ്ക്കെന്താ? ഞാനതെങ്ങനെയാ മാഡത്തിനോട് പറയാ? എന്നെ കൊണ്ടാവില്ല. മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാതെ ഇയാള് വാ തുറന്ന് എന്തെങ്കിലും പറ. ഹരിത മോൾക്ക് എന്താ പറ്റിയേ? സത്യം പറയാലോ മാഡം, അതൊന്നും മാഡത്തോട് പറയാനുള്ള ശക്തി എനിക്കില്ല. മാഡത്തിന് അറിയണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ രോഹിണമ്മയോട് ചോദിച്ചോളൂ, അമ്മ പറയും. ശരി, എങ്കിൽ ഞാനും സൗപർണികയിലേക്ക് വരാം. അയ്യോ, സൗപർണികയിലേക്ക് വരേണ്ട കാര്യമില്ല. രോഹിണമ്മ ഇവിടെ ഉണ്ട്. ഇവിടെയുണ്ടോ? മനപ്രയാസം സഹിക്കാൻ വയ്യാതെ അമ്മ നെഞ്ചുരുകി പ്രാർത്ഥിക്കുക. പാവം. രാഹുൽ പൂയം, ഹരിത മകം. ദമ്പതി ഐക്യത്തിന് വേണ്ടിയുള്ള എല്ലാ പൂജകളും ചെയ്തിട്ടുണ്ട്. ഇനി നല്ലതേ വരും. മുഴുവൻ കഷ്ടകാലവാ. കുടുംബത്തിലെ മനസ്സമാധാനം മുഴുവൻ പോയി. ഇനി ഭഗവാന്റെ തൃപ്പാദത്തിൽ ശരണം പ്രാപിക്കുകയല്ലാതെ എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. ദാമ്പത്യ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോവാൻ ഭഗവാൻ കടാക്ഷിക്കും. മോനൊരു ആശ്രമത്തിൽ വളർന്ന അനാഥ കുട്ടിയെയാണ് വിവാഹം കഴിച്ചത്. സ്നേഹവും കരുതലും ഒന്നും കിട്ടി വളരാത്ത കുട്ടിയല്ലേ എന്ന് കരുതി സ്വന്തം മോളെക്കാളേറെ ഞാൻ എന്റെ മരുമോളെ സ്നേഹിച്ചു. എന്നിട്ടും ആ കുട്ടി എന്റെ മോനെ വേണ്ടാന്നും പറഞ്ഞ് തിരിച്ച് ആശ്രമത്തിലേക്ക് തന്നെ പോയി. ആശ്രമത്തിൽ ജീവിച്ച് ശീലിച്ചവർക്ക് കുടുംബജീവിതം വഴങ്ങില്ലെന്ന് സത്യമായിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പൊ സത്യത്തിൽ അനാഥനായത് ഒരു തെറ്റും ചെയ്യാത്ത എന്റെ മോന. കഷ്ടകാലമൊക്കെ മാറും. ഭഗവാന്റെ മുന്നിൽ കണ്ണീര് വീഴ്ത്തി ആരെയും ഭഗവാൻ കൈവിടിയില്ല. എന്തൊക്കെയാ രോഹിണി ഞാനീ കേൾക്കുന്നത്? ഹരിത ഇപ്പൊ ആശ്രമത്തിലാണോ? അപ്പൊ ഞാൻ പറഞ്ഞത് മുഴുവനും മാഡം കേട്ടല്ലേ? അതുകൊണ്ടല്ലേ ചോദിച്ചത്. രാവിലെ തന്നെ തിരിച്ച് ആശ്രമത്തിലാക്കണമെന്ന് ഹരിതമോള് മോനുവിനോട് നിർബന്ധിച്ചു. വാശിയെന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു വാശിയുണ്ടോ? ഒടുവിൽ എത്ര പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും കഴിയാതെ വന്നപ്പോ മോന് തന്നെ
ഹരിതമോളെ ആശ്രമത്തിൽ കൊണ്ടാക്കാന്നങ്ങ് സമ്മതിച്ചു. അവിടെ ഇത്രയൊക്കെ സംഭവിച്ചിട്ട് ആരും ഞങ്ങളോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ, സന്യാസിയമ്മ പോലും. നിങ്ങൾ അറിഞ്ഞ വിഷമിക്കുമെന്ന് കരുതിയ ആരും ഒന്നും പറയാതിരുന്നത്. എന്റെ മോന് ഒരുപാട് സഹിച്ചു. ഒരു രീതിയിലും ആശ്രമ ജീവിതം നയിച്ച ഒരാൾക്ക് കുടുംബജീവിതം ചേരില്ല എന്ന് ഒടുവിൽ അവന് തന്നെ മനസ്സിലായി. അല്ല, ഞാനിതിനൊന്നും ഹരിതമോളെ കുറ്റം പറയുന്നില്ല. ശീലമില്ലാത്ത ജീവിത പരിസരവുമായി ഒത്തുപോകാൻ ആ കുട്ടിക്ക് പറ്റുന്നുണ്ടായിരിക്കില്ല. ഹരിതയെ ഞങ്ങൾക്കറിയാം. നിങ്ങൾ ഈ പറയുന്നത് മുഴുവനും കണ്ണടച്ച് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഹരിതമോളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ദേ, ഇനി കാര്യങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. അയ്യോ മാഡം, ഇത് കാരണം എന്റെ കുട്ടികളുടെ ഭാവിക്ക് ഒരു അപകടം ഉണ്ടാവില്ലെന്ന് ഞാനൊന്ന് വിശ്വസിച്ചോട്ടെ. അതൊക്കെ നമുക്ക് വഴിയെ തീരുമാനിക്കാം. എങ്ങനെയുണ്ടായിരുന്നു അമ്മയുടെ പെർഫോമൻസ്? ഒരു രക്ഷയില്ല. ഹോ, അവരുടെ പോക്കാണ്ടറിയാം. ഹരിതയും രാഹുലിനെ 2 പാത്രത്തിലാക്കിയിട്ടേ അടങ്ങൂന്ന്. അത് തന്നെ നമുക്കും വേണ്ടത്. ഹരിത എന്ന അധ്യായം ഇതോടെ തീരും. ഏട്ടന് ഞാൻ പറയാൻ പോകുന്നത് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എന്നെപ്പോലെ അനാഥരായി പോകുന്ന മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിൽ ഒരേ ഒരു സ്വപ്നം മാത്രമേ ഉണ്ടാവൂ. അതെന്താണെന്നറിയോ? അവരുടേത് മാത്രമായ, അവർക്ക് മാത്രം സ്വന്തമായ ഒരാൾ കൈപിടിച്ച് നടക്കാൻ കൂടെ വേണമെന്നുള്ളത്. നമ്മുടേതെന്ന് പറയാൻ ആരുമില്ലാത്തൊരു ജീവിതം ഉണ്ടല്ലോ, അത് വേറൊരവസ്ഥയാ. മറ്റാർക്കും നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പോലും പറ്റില്ല. ഞാനൊരു കുഞ്ഞു കുട്ടിയായിരുന്നപ്പോ ഇതേ വഴി പോയിട്ടുണ്ട്. ഇതേ റോഡ് സൈഡിലൂടെ അച്ഛന്റെയും അമ്മയുടെയും അപ്പൂപ്പന്റെയും ഒക്കെ കൈപിടിച്ച് നടക്കുന്ന എന്റെ അതേ പ്രായത്തിലുള്ള കുഞ്ഞു കുട്ടികൾ. കുറച്ചുകൂടെ മുതിർന്നപ്പോ ഒരു ടീനേജ് ടൈമിൽ കാമുകന്മാരെ ഇതേ വഴിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ എന്റെ മനസ്സിനെ സ്പർശിച്ച ഒരു കാഴ്ചയുണ്ടായിരുന്നു. ഒരിക്കൽ ഞാൻ കണ്ടതാ. ഏകദേശം 80 വയസ്സ് പ്രായമുള്ള ഒരു അപ്പാപ്പനും അമ്മാമ്മയും. അപ്പാപ്പന്റെ കയ്യിൽ ഒരു ഊന്നുവടിയുണ്ട്. പുള്ളി അമ്മാമ്മയുടെ വിരൽത്തുമ്പിൽ പിടിച്ച് ഈ വഴിയിലൂടെ അങ്ങനെ നടന്നു പോയത് ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല. അന്ന് ഞാൻ ആഗ്രഹിച്ചതാ, എനിക്കായിട്ട് ഒരാൾ എന്തെങ്കിലും വരികയാണെങ്കിൽ ആ ആൾക്കൊപ്പം ഈ വഴിയിൽ ഇത്തിരി ഒന്ന് നടക്കണമെന്ന്. ഒരു പക്ഷേ ഇനി ഒരിക്കലും അങ്ങനെ ഒരു സ്വപ്നം നടക്കാൻ സാധ്യതയില്ല. അതുമാത്രം എന്റെ ഏട്ടൻ എനിക്ക് വേണ്ടി ചെയ്തു തരേണ്ട സഹായം
ഇതിൽ കൂടുതലൊന്നും ഞാനിനി ആവശ്യപ്പെടില്ല. പ്ലീസ്. നീ എന്തിനാ എന്നെ ഇങ്ങനെ മെന്റലി ടോർച്ചർ ചെയ്യുന്നത്? നിന്റെ തെറ്റുകൊണ്ട് മാത്രം സംഭവിച്ച കാര്യങ്ങളാ ഇതെല്ലാം. അല്ലാന്ന് പറയാമോ? നിനക്കെപ്പോഴും നിന്നെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. എനിക്ക് നഷ്ടപ്പെട്ടതിന്റെ ഒക്കെ വില അത് നിനക്ക് ഒരിക്കലും മനസ്സിലാവത്തില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു ദിവസമെങ്കിലും ഞാൻ പ്രശാന്ത് മേനോനാകുന്നത് നീ മനസ്സുകൊണ്ട് ആഗ്രഹിക്കണം. എങ്കിൽ മാത്രമേ എന്റെ സ്വപ്നങ്ങളുടെ യാഥാർത്ഥ്യം നിനക്ക് ഉൾക്കൊള്ളാനാവൂ. നീ എന്റെ ലൈഫും കരിയറും സ്പോയിൽ ചെയ്ത് എന്റെ മുന്നേ ഇങ്ങനെ അഭിനയിച്ച് മരിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതായിരുന്നു ആത്മാർത്ഥമായിട്ട് നിനക്ക് പറ്റിപ്പോയ തെറ്റുകൾക്ക് ക്ഷമ പറയുന്നത്. അങ്ങനെ നീ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നെ മനസ്സിലാക്കാനെങ്കിലും ശ്രമിച്ചേനെ. ഇപ്പൊ പോലും നീ അതിനല്ല ശ്രമിച്ചത്, ബുദ്ധിപരമായിട്ട് ഇമോഷണലി എന്നെ ലോക്ക് ചെയ്യാൻ. കാരണം നിനക്കറിയാം ഞാൻ വെറും സെന്റിമെന്റലായ ഒരുത്തനാണെന്ന്. അങ്ങനെ ഒരാളെ ലോക്ക് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ തന്നെ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ മുതൽ ഇതുവരെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീ ഒന്ന് മനസ്സിലാക്കിക്കോ, എനിക്കും വാശിയുണ്ട്. സ്നേഹത്തിന്റെ മുന്നേ ഒരിക്കൽ തോറ്റുപോയവനാ ഞാൻ. അന്ന് മരണത്തിൽ ഞാൻ തിരികെ കയറിയത് പ്രശാന്ത് മേനോൻ എന്ന വലിയ മനുഷ്യന്റെ വാക്ക് കാരണോ? ഇനി ആർക്കും എന്നെ ഇമോഷണലി ലോക്ക് ചെയ്യാനോ സ്നേഹം കൊണ്ട് തോൽപ്പിക്കാനോ കഴിയില്ല. ഞാൻ അതിന് സമ്മതിക്കത്തില്ല. നീ അതിന് ശ്രമിക്കും തോറും എനിക്ക് നിന്നോടുള്ള ദേഷ്യം കൂടുകയുള്ളൂ. മുത്തശ്ശനാ, നിന്നെ തിരിച്ചുകൊണ്ട് ചെല്ലാൻ പറയാനാ. എങ്ങനെ പറയാതിരിക്കും? എന്റെ വീട്ടുകാരെ മുഴുവൻ നീ നിന്റെ പക്ഷത്താക്കി വെച്ചിരിക്കുമല്ലേ. ഞാനാണല്ലോ ഇപ്പൊ അവരുടെയൊക്കെ ശത്രു. ദാ നീ തന്നെ ഫോൺ എടുക്ക്, എന്നിട്ട് കരച്ചിലങ്ങ് തുടങ്ങ്. ഇനിയിപ്പോ ഫോൺ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. നീ സെന്റിമെന്റ്സ് അഭിനയിച്ച് തകർത്തിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്തെങ്കിലും എപ്പോഴെങ്കിലും ഇതൊന്നും അഭിനയായിരുന്നില്ല എന്ന് എന്റെ ഏട്ടന് മനസ്സിലാവും.